അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ചെല്ലോടു തന്ത്രങ്ങളോടിരുവാൻ ചാരന്മാരുണ്ടധികം സഹജേ. ചുടുചോര ചിന്തണ്ടി വന്നിടിലും ചായല്ല ഈ ലോകത്താങ്ങുകളിൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രു കയ്യിൽ സ്വപ്പൂരം നീ അണയും വരെയും. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഒരു മധ്യവയസ്കൻ ഒരു കൃഷിക്കാരനായിരുന്നു. യൗവനക്കാരത്തെയും സുന്ദരിയുമായ യുവതിയെ വിവാഹം കഴിച്ചു. ഇരുവരും വളരെ സന്തോഷത്തോടെ ദിവസങ്ങൾ തള്ളി നീക്കി. എന്നാൽ അയൽവാസിയായ വൃദ്ധയ്ക്ക് ഇവരുടെ ജീവിതം ഒട്ടും സന്തോഷകരമായിരുന്നില്ല. ദമ്പതികൾ ദിവസവും ഭവനത്തിൽ പാർക്കുകയും അന്യോന്യം ബഹുമാനവും സ്നേഹം കൈമാറുകയും ചെയ്തത് കണ്ടിട്ട് അയൽവാസിയായ വൃദ്ധയ്ക്ക് അസൂയ തോന്നി. ഉയർന്ന ഒരു സ്ഥലത്തായിരുന്നു അവരുടെ വീട്. അവിടെയായിരുന്നു വൃദ്ധയുടെ ഭവനവും. ഈ വൃദ്ധ യൗവനക്കാരിയെ നോക്കി പുച്ഛമായി സംസാരിക്കുകയും അവളെ വെറുക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല യുവതി കേൾക്കെ പറയുമായിരുന്നു, നീ എന്തൊരു മണ്ടിയാണ്. നിന്റെ പിതാവ് നിന്നെ പഠനത്തിന് ഈ പട്ടണത്തിലേക്ക് അയച്ചു. നീ പഠനം പൂർത്തീകരിച്ച് ഒരു രാഷ്ട്രീയക്കാരനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ നിനക്ക് ധാരാളം പണം സമ്പാദിക്കുമായിരുന്നു. അതിന് പകരമായി വൃത്തിഹീനമായ ഒരു ഭവനത്തിലല്ലേ നീ എത്തിച്ചേർന്നത്. കന്നുകാലികളും മറ്റും അടങ്ങുന്ന ഭവനത്തിൽ നിന്റെ മനോഹരമായ ശരീരം ഇവകളുടെ കൂടെ നടന്നാൽ നിന്റെ സൗന്ദര്യമെല്ലാം പോകും. വീണ്ടും ഒരു ദിവസം ഈ വൃദ്ധ അവളെ കണ്ടപ്പോൾ പറഞ്ഞത്, നീ പൊതുവെ സുന്ദരിയാണ്, എന്നാൽ നിന്റെ ഹൃദയം വെറും അഴുക്കുകൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. നിനക്ക് തിരിച്ചറിവില്ലാത്ത ഒരു മണ്ടിയാണ്. ദിവസവും ഈ യുവതിയെ കാണുമ്പോൾ അവളെ ആ മനുഷ്യനിൽ നിന്ന് അകറ്റുവാൻ വേണ്ട കുതന്ത്രങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. യുവതിയുടെ ജീവിതത്തിൽ ഏതോ പ്രത്യേകത കാണുവാനിടയായി. ദിവസവും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നടന്ന യുവതിയെ വൃദ്ധയായ സ്ത്രീ വളരെ ശാന്തതയുള്ളവളായി കണ്ടു. എങ്കിലും അവളുടെ മുഖത്ത് പുഞ്ചിരിയും സമാധാനവും കാണുവാനിടയായി. ഇത് കണ്ടിട്ട് വൃദ്ധയ്ക്ക് ഒരു സമാധാനമില്ലാതായി. അവളുടെ മുഖത്ത് മ്ലാനത പടരുന്നത് കാണുവാൻ സാധിച്ചു. അതിന് കാരണം യുവതിയെ പല നിലകളിൽ ആ മനുഷ്യൻ്റെ അടുക്കിൽ നിന്ന് വേർപിരിപ്പാൻ ശ്രമിച്ചതൊക്കെയും പരാജയമായി പോയല്ലോ എന്ന ചിന്ത വൃദ്ധയെ അസ്വസ്ഥയാക്കി. മാത്രമല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവൾ കേട്ടിട്ടും അവളിൽ യാതൊരു മാറ്റവും കാണുന്നില്ലല്ലോ എന്ന് കണ്ട് വൃദ്ധശ്രീ വളരെ അങ്കലാപ്പിലായി. എന്നിട്ട് ഒരു ദിവസം യുവതിയെ മുഖാമുഖമായി കണ്ടു ചോദിച്ചു, ഞാൻ നിനക്ക് വിഷമം ഉണ്ടാകാത്തക്ക രീതിയിൽ പല കാര്യങ്ങളും നിന്നോട് പറഞ്ഞിട്ടും നീ അതിൽ നിന്നും പിന്മാറാതെ ഇരുന്നത് എന്താണ്? യുവതി വൃദ്ധയോട്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾ എനിക്ക് ഒരു സമ്മാനം തന്നു, എന്നാൽ അത് ഞാൻ നിരസിച്ചു. അപ്പോൾ ആ സാധനം ആരുടെ വകയാണ്? വൃദ്ധ പറഞ്ഞ ആ സാധനം അപ്പോഴും എൻ്റേതാണ്. അപ്പോൾ യുവതി ചിരിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെയായിരുന്നു. നിങ്ങൾ എന്നെ പരിഹസിക്കുകയും നിങ്ങൾ എന്നെ വെറുക്കുകയും ചെയ്തപ്പോൾ ഞാൻ അത് സ്വീകരിച്ചില്ല. അപ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞതെല്ലാം ഇപ്പോഴും നിങ്ങളുടെ സ്വന്തമാണ്. പിന്നെ എൻ്റെ സ്വന്തമല്ലാത്ത വിഷയങ്ങൾക്ക് ഞാൻ എന്തിനു വിഷമിക്കുന്നു? ലോകം ഇങ്ങനെയാണ്. ഒരുവന് നല്ലത് വരുമ്പോൾ അസൂയയാണ്. ദുഷ്ടൻ പല്ലു കടിച്ച് ഉരുകിപ്പോകും, അവൻ്റെ ആശ നശിച്ചു പോകും എന്നാണ് ദൈവവചനം പറയുന്നത്. പ്രിയ ശ്രോതാക്കളെ, മനുഷ്യർ സ്വസ്നേഹികളായി തീർന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രായമായ മനുഷ്യൻ യൗവനക്കാരിക്കൊരു നല്ല ജീവിതം കൊടുത്തപ്പോൾ അയൽവാസിക്ക് അസൂയ പൂണ്ടു, അരുതാത്തതൊക്കെ പറഞ്ഞു നടന്നു. ഇതുപോലെയാണ് ലോകത്തിൽ നിന്ന് നടക്കുന്നത്. ഒരാൾക്കൊരു നന്മ വരുമ്പോൾ അതിൽ സന്തോഷിക്കാതെ അപവാദങ്ങളും തെറ്റിദ്ധാരണകളും പരത്തി അവരെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചാലും അവർ സന്തോഷമായി കഴിയുന്നത് കാണാൻ പലർക്കും സാധിക്കുന്നില്ല. ജീവിതം നരകതുല്യമായി തീർന്നാലും ആർക്കൊരു കുഴപ്പമില്ല. രണ്ട് ജീവിതങ്ങൾ സന്തോഷത്തോடு കഴിയുന്നത് കാണാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ദുഷ്ടന്മാർ പല്ലു കടിച്ചുരുകിപ്പോകും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്.
അസൂയാസികൾക്ക് ഉരുക്കം സംഭവിക്കാനിടയാകും. ദുഷ്ടൻ്റെ ആശ നശിച്ചും പോകും. പ്രായം ഒരു സംഖ്യ മാത്രമല്ല, ജീവിതമാണ് യൗവനമായി ഇരിക്കേണ്ടത്. അവൃത്തിയായ സ്ത്രീയെപ്പോലെ അസൂയ കൊണ്ട് വിഷം പുരട്ടിയ അമ്പ് ചെയ്ത് വിട്ടാൽ അതുകൊണ്ട് എങ്ങും കൊള്ളാത്ത കാലത്തോളം വിട്ട ആളിൻ്റെ സ്വന്തം തന്നെയാണ്. പ്രിയ ശ്രോതാക്കളെ, മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ പങ്കുചേരുക, അതല്ലെങ്കിൽ ദുഷ്പ്രചരണങ്ങൾ അവസാനിപ്പിക്കുക. മനുഷ്യർ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. മറ്റുള്ളവരുടെ ഉയർച്ചയിലും നന്മയിലും സന്തോഷിക്കുക, അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ സന്തുഷ്ടരായി തീരുക. ദൈവമായ കർത്താവ് ഏവരുടെയും ജീവിതത്തിൽ കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ ചെറിയ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.